നമസ്കാരം. ഓരോ ദിവസവും മണ്ടത്തരം മാത്രം പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ കോമാളിയാവുകയും അതോടൊപ്പം തന്നെ സ്വന്തം നേതാക്കളുടെ മുന്നിലും ഒരു വിലയുമില്ലാതെ ഇന്ത്യ സഖ്യത്തിൽ എന്ന പ്രതിപക്ഷ സംഘങ്ങളെല്ലാം രൂപീകരിച്ച ഇന്ത്യ മുന്നണിയിൽ പോലും ഒരു വിലയുമില്ലാതെ രാഹുൽ പുറത്തേക്ക് പോവുകയാണ്. പാർലമെന്റിൽ പോലും ജോസ് ഫോറസ് പറയുന്നതനുസരിച്ച് താളം തുള്ളി പ്രതിഷേധം നടത്തി ഇപ്പോഴിതാ കേസുകളുടെ പൂരപ്പറമ്പായി നിൽക്കുന്നു. ഇതാ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു കോടതി സമൻസും കൂടി വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവും റായ്ബറേലി എം പിയുമായ രാഹുൽ ഗാന്ധിക്ക് ഒരു കോടതി സമൻസ് വന്നിരിക്കുന്നു. അത് ഇത്തിരി കടുപ്പമുള്ള ഒരു സമൻസ് തന്നെയാണ്. കാരണം കേസിന്റെ ഗൗരവം കൂടുതലാണ്. അതായത് ജനുവരി 7-ന് മുമ്പ് കോടതിയിൽ നേരിട്ട് ഹാജരാവണമെന്നാണ് സമൻസിൽ പറഞ്ഞിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ് പരാതിക്ക് മുഖ്യ കാരണമായത്. ഉത്തർപ്രദേശിലെ ബറേലി ജില്ലാ സെഷൻസ് ജഡ്ജി സുധീർ കുമാറാണ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു മഹാസംഘത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് പങ്കജ് പഥക്കാണ് പരാതിക്കാരൻ. അഭിഭാഷകൻ വീരേന്ദ്രപാൽ ഗുപ്ത മുഖേനയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. MLA മാർക്കും MP മാർക്കും എതിരായ പരാതികൾ പരിഗണിക്കുന്ന കോടതിയാണ് ആദ്യം പരാതിക്കാരനെ സമീപിച്ചിരുന്നത്. എങ്കിലും ഹർജി തള്ളിയിരുന്നു. തുടർന്നാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയത്. പിന്നാക്ക ജനവിഭാഗങ്ങളിലേക്ക് അനുപാതികമായി സ്വത്ത് ലഭിച്ചിട്ടില്ലെന്നും സാമ്പത്തിക രംഗത്തുൾപ്പെടെ അനുപാതികമായി പ്രാതിനിധ്യം വേണമെന്നും രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിച്ചതാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നാക്ക വിഭാഗക്കാരെ പ്രകോപിപ്പിക്കുന്നതാണ് പ്രസംഗമെന്ന പരാതിയിൽ പറയുന്നു. വിവിധ സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ടവർക്കിടയിൽ വിദ്വേഷം പരത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചതെന്നാണ് വീരേന്ദ്രപാൽ ഗുപ്തയുടെ ആരോപണം. കോൺഗ്രസിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉപയോഗിക്കാനാണ് ശ്രമിച്ചതെന്നും പരാതിക്കാരൻ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. BJP നേതാക്കളും മറ്റ് രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ കോടതികളിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊലാറിലെ പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്തിൽ സൂറത്ത് കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശിക്ഷ വിധിച്ചതോടെ രാഹുലിന്റെ MP സ്ഥാനം റദ്ദാക്കപ്പെട്ടിരുന്നുവെങ്കിലും മേൽക്കോടതി ശിക്ഷ മരവിച്ചതോടെ പദ്ധതി പുനഃസ്ഥാപിക്കുകയാണ്. അതായത് വീണ്ടും രാഹുൽ ഗാന്ധി MP പദവിയിലേക്ക് വീണ്ടും വന്നു. ലളിത് മോദി ഉൾപ്പെടെയുള്ളവരെ പരാമർശിച്ച എല്ലാ കള്ളന്മാരുടെയും പേരിനൊപ്പം മോദി എന്ന് എങ്ങനെ വന്നു എന്ന പരിഹാസമാണ് സൂറത്ത് കോടതിയുടെ നടപടിക്ക് കാരണമായത്. സമാനമായ വിഷയത്തിൽ ബീഹാറിലും രാഹുൽ ഗാന്ധിക്കെതിരെ കേസുണ്ട്. തിരഞ്ഞെടുപ്പ് വേളയിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ രാജ്യത്ത് ആഭ്യന്തര കലഹത്തിനുള്ള ആഹ്വാനത്തിന് സമാനമായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ കോടതിയെ സമീപിച്ചത്. അവിടെയാണ് അപ്പീൽ സ്വീകരിച്ചത്. ആദ്യം സൂറത്ത് കോടതി രാഹുലിന്റെ MP സ്ഥാനം എടുത്തു കളഞ്ഞു. വീണ്ടും ഇതാ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൊത്തത്തിൽ ഭാരതത്തിൽ ഒരു ആഭ്യന്തര കലാപം അഴിച്ചുവിടാൻ രാഹുൽ ഗാന്ധി ഒരു ശ്രമം നടത്തി. അതാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഫയലിൽ. ഇതെന്തായാലും ആഭ്യന്തര കലാപം നടത്തി രാജ്യത്തെ ക്രമസമാധാനം തകർക്കാൻ നോക്കി, വലിയൊരു സംഘർഷം സൃഷ്ടിക്കാൻ നോക്കി, രാജ്യത്തിന്റെ ലോ ആൻഡ് ഓർഡർ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി ശ്രമിച്ചു എന്ന തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനവും പ്രതിപക്ഷ സ്ഥാനവും എടുത്തു കളയാൻ കോടതിക്ക് അധികാരമുണ്ട്. ആ ഉത്തരവ് ഇനി വരും എന്നാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്.